മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പുട്ടപർത്തിയിൽ പോകാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. സത്യസായി ബാബയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അതിരുദ്രത്തിന് ഒരു പ്രഭാഷണം നടത്താനായിരുന്നു എന്നെ വിളിച്ചിരുന്നത്. സ്വാമിയുടെ സാന്നിധ്യത്തിൽ ഞാൻ പ്രഭാഷണം നടത്തുകയും ചെയ്തു. അവിടെ കണ്ട കാഴ്ച എനിക്ക് അത്ഭുതം തോന്നുന്നതായിരുന്നു. 38,000 പേരുടെ സാന്നിധ്യത്തിലാണ് ഞാൻ ക്ലാസ് എടുത്തത്. അതേപോലെ കേരളത്തിനകത്തും പുറത്തും ഭാരതത്തിന് പുറത്തുമെല്ലാം സായി സേവാ സമിതിയിലും സായിബാബയുടെ കർമ്മമണ്ഡലത്തിലുള്ളവരുടെ വിവിധ സേവന സംഘടനകളിലുമെല്ലാം ക്ലാസ് എടുക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അടിയുറച്ച ഭക്തിയും അടിയുറച്ച അച്ചടക്കവും ഒരു തരത്തിലും പ്രസിദ്ധിയോ പേരോ ആഗ്രഹിക്കാതെ ചെയ്യുന്ന അടിയുറച്ച സേവന പ്രവർത്തനങ്ങളുടെയും മൂർത്തിമത് ഭാവമാണ് ഏതാണ്ട് എല്ലാ സായി സേവാ സമിതി പ്രവർത്തകരും. നിർഭാഗ്യവശാൽ അവരുടെ മനസ്സും അവരുടെ വാക്കുകളും അവരുടെ ചിന്തകളുമെല്ലാം സായിബാബയോടുള്ള ഭക്തിയിൽ നിറഞ്ഞിരിക്കുന്നു. അതേ സമയത്ത് സായിബാബ ആരാധകരിലൂടെ ലോകത്തിനു വേണ്ടി ചെയ്യുന്ന ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് നന്മകള് അത് ആരുടെയും ചെവിയിലെത്താറില്ല. എല്ലാവരും സായിബാബയെ ആത്മീയതയുടെ പ്രതീകം മാത്രമായിട്ടാണ് കാണുന്നത്. ആത്മീയതയുടെ ഭാരതത്തിൽ ഒരാളും ആത്മീയതയുടെ മാത്രം പ്രതീകമായിട്ട് ഉണ്ടായിട്ടില്ല. ശ്രീരാമൻ പോലും രാജ്യം ഭരിക്കാനാ വന്നത്. ശ്രീകൃഷ്ണൻ പോലും രാജ്യഭാരത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റിരുന്നു. ഭാരതത്തിൽ ജനിച്ച സ്വാമി വിവേകാനന്ദൻ എല്ലാവരോടും അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്. രമണ മഹർഷി പോലും അപ്രകാരം പറഞ്ഞില്ല. ദേശവിദേശങ്ങളിലുള്ളവർക്ക് സാമൂഹ്യ, സാംസ്കാരിക, ആത്മീയ, ഭൗതിക, ശാസ്ത്രീയ സന്ദേശങ്ങൾ കൊടുക്കുക ചെയ്തത്. സായിബാബയും ചെയ്യുന്നത് അത് തന്നെയാണ്. 10,000-കണക്കിന് പ്രോജക്റ്റുകളാണ് ചെറുതും വലുതുമായിട്ട് ലോകമെമ്പാടുമുള്ള സായി സേവാ സമിതിയിലെ പ്രവർത്തകര് ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്രായിരം ഹാർട്ട് സർജറിയും മറ്റ് സർജറികളുമാണ് നടത്തുന്നത്. ഒരൊറ്റ പൈസ പോലും വാങ്ങിക്കാതെ ലോകത്തില് ഇത്രയും അധികം ആരോഗ്യ പ്രവർത്തനം നടത്തുന്ന ഒരു ആശുപത്രിയും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. എനിക്ക് അവിടെ നടക്കുന്ന കർമ്മങ്ങൾ നല്ലോണം അറിയാം. 65% ഹാർട്ട് സർജറി സായിബാബയുടെ ആശുപത്രിയിൽ നടക്കുന്നത് മലപ്പുറം, കോഴിക്കോട് നിന്ന് വരുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഏറ്റവും അധികം സായിബാബയുടെ സേവനം സ്വീകരിക്കുന്നത് മുസ്ലിങ്ങളാണ്. തൊട്ടടുത്ത് നിൽക്കുന്നു ക്രിസ്ത്യാനികള്. പിന്നെ ഹിന്ദുക്കൾ ഇത് സ്വീകരിക്കുന്നുള്ളൂ. 15%, 20% ഹിന്ദുക്കളെ സേവനം സ്വീകരിക്കുന്നവരുടെ എണ്ണത്തിൽ പെടുള്ളൂ. എന്നിട്ടും ഈ സേവനം സ്വീകരിക്കുന്നവരാരും സായിബാബയെ അഭിനന്ദിക്കുകയോ സായിബാബയുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അതിനിശിതമായിട്ട് സായിബാബയെ ആൾ ദൈവം എന്ന് പറഞ്ഞ് അവഹേളിക്കാറുമുണ്ട്. എനിക്കെപ്പോഴും തോന്നാറുണ്ട്, ഞാൻ അടുത്ത കാലത്ത് ഇറ്റാനഗറിൽ പോയപ്പോ, അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഇറ്റാനഗറിൽ പോയപ്പോ ഓരോ പള്ളിയിലും, ക്രിസ്ത്യൻ പള്ളിയിലും, പുതിയതായിട്ടുണ്ടാക്കിയ ക്രിസ്ത്യൻ പള്ളിയാണ്, അവിടെ വരുന്ന അരുണാചലികളോട് പള്ളിയിലെ അച്ഛന്മാരും കന്യാസ്ത്രീകളും പറയും അത്രേ, തൊട്ടടുത്ത് വലിയ രാമകൃഷ്ണ മിഷന്റെ ആശുപത്രിയുണ്ട്. ആ ആശുപത്രിയിൽ പോയിട്ട്
നിങ്ങൾ എല്ലാ മരുന്നും മേടിക്കണം, ചികിത്സയും അവിടെ നിന്നെടുക്കണം. എന്നിട്ട് പ്രാർത്ഥന ഇവിടെ പള്ളിയിൽ വന്ന് ചെയ്യണം. അവരോട് പറയുന്ന വാക്ക് ഇതാണ്, ദവാ ഉദർ സേ ദുആ ഇധർ സേ ലേനാ ഹൈ. आप उधर जाके जो जो डॉक्टर्स हैं उधर से आप दवा लेना चाहिए, उसका उपदेश भी लेना चाहिए. ठीक उसी प्रकार तंदुरुस्ती को, तबीयत को ज़्यादा करना चाहिए, लेकिन प्रार्थना इधर आके करना चाहिए. പ്രാർത്ഥന ഇവിടെ വന്ന് ചെയ്യണം യേശു ക്രിസ്തുവിൻ്റെ അടുത്ത്. ഈ ഒരു തട്ടിപ്പാണ് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളിലെ ഭൂരിഭാഗവും ചെയ്യുന്നത്. ഇതൊരു സത്യമാണ്. സായിബാബ തൻ്റെ സേവനം ഒരു മതത്തിന് വേണ്ടിയും മാറ്റിവെച്ചിട്ടില്ല. സായി ഗംഗ എന്ന് പറഞ്ഞ് കൃഷ്ണ ഗോദാവരി നദിയിൽ നിന്ന് വരുന്ന വെള്ളം തമിഴ്നാട്ടിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് തമിഴ്നാട്ടിലെ വെള്ളത്തിൻ്റെ ക്ഷാമമില്ലാതെയായത്. കരുണാനിധി നേരിട്ട് പറയേണ്ടായി, ഭഗവാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു എന്ന്. യുക്തിവാദിയാണ് കരുണാനിധി. എന്നിട്ട് പറയേണ്ടായി ആ വെള്ളം ഹിന്ദുക്കൾക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന് സായിബാബയോ സായിബാബയുടെ പ്രവർത്തകരോ പറഞ്ഞില്ല. കാട്ടുകള്ളന്മാര് വരെ ഈ സായി ഗംഗയുടെ വെള്ളം ചെന്നൈയിലേക്ക് എത്തിക്കുന്നതിൽ കർമ്മത്തിൽ സഹായിച്ചിട്ടുണ്ട് അത്രേ. എന്നാലും ഭൂരിഭാഗം ക്രിസ്ത്യാനികളും ഭൂരിഭാഗം മുസ്ലിങ്ങളും സായിബാബയുടെ ഒരു കർമ്മ പദ്ധതിയിൽ പോലും പങ്കെടുത്തതായിട്ട് വലുതായിട്ട് കേട്ടിട്ടില്ല. തിരുവനന്തപുരത്ത് കുറച്ച് പേരുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ജനറലി ആലോചിക്കാറുണ്ട്, സായിബാബ ചെയ്യുന്ന വിദ്യാഭ്യാസ പ്രചരണ മാർഗങ്ങൾ. ചിലർ പറയാറുണ്ട് അമ്മ അമൃതാനന്ദമയി അവരുടെ കോളേജിലും സ്കൂളുകളിലും എല്ലാം ഫീസ് വാങ്ങിച്ചിട്ടാണ് പഠിപ്പിക്കുന്നതെന്നാണ്. സായിബാബ നടത്തുന്ന വളരെ കുറച്ചേ ഉള്ളൂ എങ്കിലും ഫീസ് വാങ്ങിക്കാതെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഫീസ് വാങ്ങിക്കാതെയാണ് പഠിപ്പിക്കുന്നതെന്ന് ഒരു ക്രിസ്ത്യാനിയും ഒരു മുസ്ലിമും ഒരു യുക്തിവാദിയും ഒരു നിരീശ്വരവാദിയും പറഞ്ഞില്ല. അപ്പം നന്മകൾ ചെയ്യുമ്പോൾ അഭിനന്ദിക്കുന്നേ ഇല്ല. അപ്പോഴും അതിലുപോലും തെറ്റ് കണ്ടെത്തുക, അതിലുപോലും വിമർശനങ്ങൾ തൊടുത്ത് വിടുക, ഇങ്ങനെയുള്ള ദുഃഖകരമായിട്ടുള്ള കാഴ്ച കാണുന്നുണ്ട്. അതിന് ഒരു കാരണം സ്വാമി ചെയ്യുന്ന നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ, സാധാരണക്കാരുടെ മുമ്പിൽ അറിയിക്കാൻ പലപ്പോഴും പ്രവർത്തകർക്ക് സാധിക്കണില്ല. ഓരോ സായി സേവാ സമിതിയും ഡയാലിസിസും രക്തദാനവും ഭക്ഷണദാനവും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഭൂരിഭാഗം പ്രയോജനവും എടുക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ട് പറയുകയാണ്. പാവപ്പെട്ട അല്ലെങ്കിൽ പാവപ്പെട്ട എന്ന് പറയുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നല്ല പറയുക, അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് ലോകം അറിയണ്ടേ, വസ്തുതയായിട്ട് അറിയണ്ടേ, വിമർശിക്കുന്നവരും എതിർക്കുന്നവരും അറിയണ്ടേ. സായിബാബ ഇഹലോകവാസം വെടിഞ്ഞപ്പോൾ സമാധിയായപ്പോൾ ധാരാളം വ്യക്തികൾക്ക് ചർച്ചാ വിഷയമായത് ഈ ലോകത്തിന് മുഴുവനും വിളക്ക് വെച്ച ഒരു അവതാര പുരുഷനായിട്ടുള്ള സേവനത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലെ പ്രതീകമായിട്ടുള്ള സായിബാബ മരിച്ചു എന്നല്ല, ചർച്ച യുക്തിവാദികളുടെ എല്ലാം 86 വയസ്സും 96 വയസ്സ് എന്ന വിഷയമായിരുന്നു. എന്താ കാരണം അങ്ങനെ സംഭവിക്കാൻ? എല്ലാവരും പറഞ്ഞുകൊണ്ട് നടന്നു, സായി സേവാ സമിതിയിലെ പ്രവർത്തകർ പറഞ്ഞുകൊണ്ട് നടന്നു, സ്വാമി 96 വയസ്സിലേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, 96 വയസ്സിലേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അതൊക്കെയാണോ ഇഷ്യൂ ആയിട്ടുള്ളത് ലോകത്തിൽ? സ്വാമി ചെയ്യുന്ന വിശക്കുന്നവർക്കുള്ള ഭക്ഷണവും രോഗികൾക്കുള്ള ഔഷധവും ചികിത്സയും വിദ്യാഭ്യാസവും വെള്ളവും ഭക്ഷണവും എല്ലാം കൊടുക്കുന്ന മഹത്തായ കാര്യങ്ങൾ അറിയിക്കേണ്ടവരെ എങ്കിലും പ്രഭാഷണ വേളയിലോ അല്ലെങ്കിൽ സമ്മേളന വേദിയിലോ അറിയിക്കാതെ ഈ 96 എന്ന സംഖ്യയിലേക്ക് ഫോക്കസ് ചെയ്തവരാണ് തെറ്റ് ചെയ്തത്. അതേപോലെ തന്നെ പലരും പറഞ്ഞു ഇനി ആ സായിബാബയുടെ സമാധിയോടുകൂടി പുട്ടപർത്തി ഇനി അനാഥമാവുന്നു. അന്ന് അവിടെ എത്ര പേര് വന്നിരുന്നോ അതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള മഹത്വമേറിയ സന്ദേശങ്ങൾ ലോകത്തെ അറിയിക്കുന്നത് സ്വാമിക്ക് പ്രസിദ്ധി കിട്ടാനോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റോ പരസ്യമോ ആയിട്ട് എന്തെങ്കിലും നേടാനോ അല്ല.
എന്തെങ്കിലും നേടാനല്ലെന്നുള്ളതും കൂടി ബോധ്യപ്പെടുത്തണം. പക്ഷേ നന്മകളായിട്ട് ലോകത്തെ അറിയിക്കണം. മദർ തെരേസ എന്തെല്ലാം സേവനം ചെയ്യുമ്പോഴും, അവർക്ക് ഭാരതരത്നയോ മറ്റോ കൊടുക്കുമ്പോഴുമെല്ലാം അവർ ചെയ്യുന്ന സേവനം മാത്രമാണ് ലോകത്തെ അവരറിയിച്ചത്. ഈ 10 ലക്ഷക്കണക്കിന് പാവപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ പേരിൽ മതം മാറ്റിയത് ഒരാളും അറിയിച്ചില്ല. അവരുടെ ലക്ഷ്യം തന്നെ മതം മാറ്റലാണ്, അതിന് മാർഗം സേവനമാണ്. പക്ഷെ അമൃതാനന്ദമയുടെയും സായിബാബയുടെയും ലക്ഷ്യം മതം മാറ്റലല്ല, ലക്ഷ്യവും മാർഗവും സേവനമാണ് എന്ന് ഇടയ്ക്കെങ്കിലും ലോകത്തെ അറിയിക്കാൻ നമുക്ക് പറ്റണില്ല. അതൊരു പക്ഷേ ഹൈന്ദവ സംഘടനകളുടെ എല്ലാത്തിൻ്റെയും പ്രത്യേകതയായിരിക്കാം. എന്നാലും ലോകത്തിൻ്റെ ആധുനികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അറിയിക്കണ്ടേ? അമൃതാനന്ദമയുടെ 50ാം ജന്മവാർഷികത്തിന് കലൂര് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന പ്രോഗ്രാമിന് ആയിരക്കണക്കിന് കന്യാസ്ത്രീകളും അച്ഛന്മാരും പങ്കെടുത്തു. സന്തോഷം എന്ന് പറയട്ടെ, എല്ലാം അറിയിക്കേണ്ടായി. ജീവൻ TV ആണ് അത് ലൈവ് ടെലികാസ്റ്റ് ചെയ്തത്. മനോരമ വളരെ ഉജ്ജ്വലമായിട്ടുള്ള സപ്ലിമെൻ്റ് ഇറക്കി. മാതൃഭൂമിയും കുറേ കാര്യങ്ങൾ അറിയിച്ചിരുന്നു. അപ്പോൾ ഇവരെല്ലാം അത് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അവർക്ക് ഈ ഇൻഫർമേഷൻ കൊടുക്കാൻ ആൾക്കാരില്ല. ലോകത്തിലെ എല്ലാ മതത്തിൽപ്പെട്ട പ്രസിദ്ധീകരണങ്ങളും അതേപോലെയുള്ളതെല്ലാം വേണ്ട കാര്യങ്ങൾ സത്യസന്ധതയോടുകൂടി ലോകത്തിൻ്റെ മുമ്പിൽ അറിയിക്കാൻ തയ്യാറാവുമ്പോൾ അത് കൊടുക്കാനുള്ളവരും കൂടി വേണ്ടേ? അത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ വേണം. ഭക്തിയും യുക്തിയും വ്യക്തിയും ചേർന്ന് വേണം കൊടുക്കാൻ. ഭക്തിയുടെ മാത്രം അതിപ്രസരം വരുമ്പോൾ ജനങ്ങൾക്ക് അതിൽ വലിയ താല്പര്യം ഉണ്ടാവില്ല. എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല, ഭക്തന്മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഭക്തന്മാർ തന്നെ അവനവൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാ പലപ്പോഴും ഈ ഭക്തിയുടെ മാർഗം സ്വീകരിക്കുന്നത്. എന്നെ ഭഗവാൻ സായിബാബ രക്ഷിക്കും, എന്നെ അമൃതാനന്ദമയി രക്ഷിക്കും, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർക്കും. അപ്പോൾ എന്നെ ഈ 2 വാക്കുകളാണ് ഭക്തന്മാർക്ക് എപ്പോഴും ഉള്ളത്. പക്ഷെ സായിബാബയാണെങ്കിൽ ലോകത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ലോകത്തിന് വേണ്ടി എന്ന് ഞാൻ പറഞ്ഞത് വെള്ളമായാലും ഭക്ഷണമായാലും വിദ്യാഭ്യാസമായാലും ചികിത്സയായാലും ആരോഗ്യമായാലും അതിൻ്റെ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ലോകത്തിൻ്റെ മുമ്പിൽ അറിയിക്കുമ്പോഴാണ് സേവനത്തിൻ്റെ മഹത്വം. സേവനം ചെയ്യുന്നവരും ആരുടെ അനുഗ്രഹത്തോടു കൂടിയാണോ സേവനം ചെയ്യുന്നത് അതെല്ലാം ലോകം അറിയണം. അതിൽ നിന്ന് ലോകത്തിൻ്റെയോ വലിയവരുടെയോ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനല്ല. സായിബാബ ആരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോയിട്ടുമില്ല, അത് വേണമെന്നോട്ട് പറഞ്ഞിട്ടുമില്ല, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെയോ അഭിനന്ദനത്തിൻ്റെയോ പതക്കത്തിൻ്റെയോ പൊന്നാടയുടെയോ മാലയുടെയോ ഒന്നും തിളക്കത്തിലല്ല അവർ പ്രവർത്തിക്കുന്നത് എന്നുകൂടി ലോകത്തെ അറിയിക്കാൻ സായിബാബയുടെ കർമ്മമണ്ഡലത്തിലുള്ളവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.